എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ ഒന്നാമത് വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇതിലാദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഓർഡേർഡ് പെയർ എന്ന ആശയമാണ്. പെയർ എന്ന് പറഞ്ഞാൽ ജോഡി. ഓർഡേർഡ് പെയർ ഓർഡർ അല്ലെങ്കിൽ ക്രമമുള്ള ജോഡി. പെയർ രണ്ട് രീതിയിലാണ്, ഓർഡർ ഉള്ള പെയറും ഓർഡർ ഇല്ലാത്ത പെയറും. അതിൽ എ പെയർ ഹാവിങ് ആൻ ഓർഡർ ഈസ് കാൾഡ് ഓർഡേർഡ് പെയർ. ഓർഡർ ഉള്ള പെയറിന് വിളിക്കുന്ന പേരാണ് ഓർഡേർഡ് പെയർ. ഒരു ഓർഡേർഡ് പെയർ എഴുതാൻ നമ്മൾ പഠിച്ചതാണ്. ഒരു സിമ്പിൾ ബ്രാക്കറ്റിൽ രണ്ട് എലമെന്റ്സ് കോമയിട്ട് എഴുതും. അതിനെ നമ്മൾ വായിക്കുന്നത് ഓർഡേർഡ് പെയർ എ ബി എന്നാ വായിക്കുക. കൺസിഡർ ഓർഡേർഡ് പെയർ എ ബി. അതിൽ എ ഈസ് കാൾഡ് ഫസ്റ്റ് കമ്പോണന്റ് ആൻഡ് ബി ഈസ് കാൾഡ് സെക്കൻഡ് കമ്പോണന്റ്. ഒരു ഓർഡേർഡ് പെയറിലെ ആദ്യത്തെ ഒബ്ജക്റ്റ് അതിൻ്റെ പേര് ഫസ്റ്റ് കമ്പോണന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റ് എന്നാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ പേരാണ് സെക്കൻഡ് കമ്പോണന്റ് അല്ലെങ്കിൽ സെക്കൻഡ് എലമെന്റ്. ഓർഡേർഡ് പെയർ എ ബി നോട്ട് ഈക്വൽ ടു ഓർഡേർഡ് പെയർ ബി എ. എ ബിയും ബി എയും ഈക്വൽ അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഫ് ഓർഡേർഡ് പെയർ എ ബി ഈക്വൽ ടു ഓർഡേർഡ് പെയർ സി ഡി, then എ ഈക്വൽ ടു സി ആൻഡ് ബി ഈക്വൽ ടു ഡി. അതായത് രണ്ട് ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആകണമെങ്കിൽ ആദ്യത്തെ ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് കമ്പോണന്റും രണ്ടാമത്തെ ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് കമ്പോണന്റും ഈക്വൽ ആവണം, എ ഈക്വൽ ടു സി. ഫസ്റ്റിന്റെ സെക്കൻഡ് കമ്പോണന്റും സെക്കൻഡ് ഓർഡേർഡ് പെയറിന്റെ സെക്കൻഡ് കമ്പോണന്റുകളും ഈക്വൽ ആവണം, ബി ഈക്വൽ ടു ഡി. നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം ചെക്ക് ചെയ്യാം. ഇഫ് ഓർഡേർഡ് പെയർ 2x minus 3, 3y plus 1 is equal to 5, 7, find x and y. ഈ രണ്ട് ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണെങ്കിൽ എക്സും വൈയും നമ്മൾ കണ്ടുപിടിക്കണം. അത് കാണാൻ ഇതിന്റെ ഫസ്റ്റ് കമ്പോണന്റും ഇതിന്റെ ഫസ്റ്റ് കമ്പോണന്റും ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലെ ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് എലമെന്റ് 2x minus 3, റൈറ്റ് സൈഡിലെ 5, അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ 2x minus 3 ഈക്വൽ ടു 5. ഫസ്റ്റ് എലമെന്റുകൾ ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് 2x ഈക്വൽ ടു -3 അപ്പുറം പോയപ്പോൾ +3 ആയി. 5 + 3 8. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ 8/2 4. ഇനി ഇതേപോലെ നമുക്ക് സെക്കൻഡ് എലമെന്റ് ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലെ സെക്കൻഡ് എലമെന്റ് 3y plus 1, റൈറ്റ് സൈഡിൽ 7, അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ 3y plus 1 is equal to 7. അതിൽ നിന്ന് 3y is equal to 7 minus 1 6. അതിൽ നിന്ന് yയുടെ വാല്യൂ 6/3. ആൻസർ 2. നെക്സ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അതായത് എ ക്രോസ് ബി, ബി ക്രോസ് എ. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എ ക്രോസ് ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് ഇൻ വിച്ച് ഫസ്റ്റ് എലമെന്റ് ഈസ് ഫ്രം എ ആൻഡ് സെക്കൻഡ് എലമെന്റ് ഫ്രം ബി. അതായത് എ ക്രോസ് ബി എന്ന് പറയുന്നത് എയിൽ നിന്ന് ഫസ്റ്റ് എലമെന്റും ബിയിൽ നിന്ന് സെക്കൻഡ് എലമെന്റും എടുത്ത് ഫോം ചെയ്യുന്ന എല്ലാ ഓർഡേർഡ് പെയേഴ്സിന്റെയും സെറ്റാണ് എ ക്രോസ് ബി. അതെഴുതുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്താൽ എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 4 5. എ ക്രോസ് ബിയും ബി ക്രോസ് എയും കാണണം. ആദ്യം നമുക്ക് എ ക്രോസ് ബി കാണാം. ആദ്യം എ എന്ന സെറ്റ് എഴുതുക, ക്രോസിന്റെ സിമ്പിൾ ഇടുക, പിന്നെ ബി എഴുതുക. സെറ്റ് 1 2 3 ക്രോസ് സെറ്റ് 4 5. എ ക്രോസ് ബി എഴുതുമ്പോൾ എയിലെ ആദ്യത്തെ എലമെന്റ് ആയ 1 എടുക്കണം. എന്നിട്ട് ബിയിലെ 4ഉം 5ഉം ചേർത്ത് രണ്ട് ഓർഡേർഡ് പെയറുകൾ ഫോം ചെയ്യണം. അപ്പോൾ 1 4 1 5. എന്നിട്ട് എയിലെ 2 എടുക്കുക. ഇതേപോലെ ബിയിലെ 4ഉം 5ഉമായി ചേർത്ത് രണ്ട് ഓർഡേർഡ് പെയർ 2 4 2 5.
അടുത്ത 3 ഉപയോഗിച്ചിട്ട് ബിയിലെ 2 എലമെന്റുമായി ചേർത്ത് 2 ഓർഡേർഡ് പെയർ 3 4 3 5. ഇതാണ് എ ക്രോസ് ബി. അതേപോലെ തിരിച്ച് ബി ക്രോസ്, അതിനാദ്യം ബി 4 5 എഴുതി, ക്രോസ് എ 1 2 3. എന്നിട്ട് 4 എടുത്തിട്ട് ഇതിലെ ഓരോ ബിയിലെ അപ്പുറത്തെ സെറ്റിലെ ഓരോ എലമെന്റുമായി കമ്പൈൻ ചെയ്യണം. 4 1 4 2 4 3. അടുത്ത 5 1 5 2 5 3. ഇതാണ് എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ. വേറെ പ്രധാന കാര്യം, എ ഈക്വൽ ടു നൾ സെറ്റ് ഓർ ബി ഈക്വൽ ടു നൾ സെറ്റ്. എയോ ബിയോ നൾ സെറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും എ ക്രോസ് ബി നൾ സെറ്റ് ആയിരിക്കും. അതേപോലെ എൻ ഓഫ് എ ക്രോസ് ബി, എ ക്രോസ് ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് അത് കാണാൻ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി, എയിലെയും ബിയിലെയും നമ്പർ ഓഫ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എൻ ഓഫ് എ ക്രോസ് ബി സമം എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. അതേപോലെ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ നോക്കിയാൽ എൻ ഓഫ് എ 3, എൻ ഓഫ് ബി 2. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബി എന്തായിരിക്കും? അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 3 ഇൻറ്റു 2 ആൻസർ 6. എൻ ഓഫ് എ ക്രോസ് എ, അതിന് എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് എ. എൻ ഓഫ് എ ക്രോസ് ബി എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് എ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് എ. എയിൽ 3 എലമെന്റ് ആണല്ലോ, അപ്പോൾ 3 ഇൻറ്റു 3 9. അതേപോലെ എൻ ഓഫ് എ ക്രോസ് എ, അതിന് എൻ ഓഫ് എ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് എ. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആൻസർ 27. അടുത്ത ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് -1 0 ഫൈൻഡ് എ ക്രോസ് എ. നമുക്ക് എ ക്രോസ് എ ആണ് കാണേണ്ടത്. അത് കാണണമെങ്കിൽ ആദ്യം നമ്മൾ എ ക്രോസ് എ കാണണം. എ ക്രോസ് എ കണ്ടിട്ട് എ ക്രോസ് എ കാണാൻ പറ്റും. എ ക്രോസ് എ കാണാൻ ആ എ എന്ന സെറ്റ് തന്നെ 2 പ്രാവശ്യം എഴുതി ക്രോസ് ചെയ്താൽ മതി. -1 0 ക്രോസ് -1 0 എ ക്രോസ് എ. അത് ക്രോസ് ചെയ്യാൻ നമുക്കറിയാലോ. -1 -1 -1 0 0 -1 0 0. ഇതാണ് എ ക്രോസ് എ. ഇനി എ ക്രോസ് എ കാണും. അതിന് എ ക്രോസ് എയും എയുമായി ക്രോസ് ചെയ്യുമ്പോഴാണ് എ ക്രോസ് എ കിട്ടുക. ആദ്യം നമ്മൾ എ ക്രോസ് എ എഴുതും. അത് ആ മുകളിലത്തെ സെറ്റ് അതേപോലെ എഴുതി, എന്നിട്ട് ക്രോസിന്റെ സിമ്പൽ, എന്നിട്ട് എ എഴുതണം. എ എഴുതാനായിട്ട് ആ മുകളിലുണ്ട് സെറ്റ് -1 0, അത് എഴുതും. അപ്പോൾ ആദ്യത്തത് എ ക്രോസ് എ, രണ്ടാമത്തത് എ. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ എ ക്രോസ് എയില് ഓർഡേർഡ് ട്രിപ്പിളിന്റെ സെറ്റാണ്. എ ക്രോസ് എ ഓർഡേർഡ് പെയർ, എ ക്രോസ് എ ഓർഡേർഡ് ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റിൽ 3 എലമെന്റുകൾ വരണം. അതിന് ഈ എ ക്രോസ് എയിലെ 4 ബ്രാക്കറ്റുകളില്ലേ, അതിലേക്ക് എയിലെ ഫസ്റ്റ് എലമെന്റായ -1 ഈ ഓരോ ബ്രാക്കറ്റിന്റെയും ലാസ്റ്റിൽ എഴുതി ചേർത്ത് ഒരു 4 ഓർഡേർഡ് ട്രിപ്പിൾ ഉണ്ടാക്കണം. എന്നിട്ട് ഈ 4 എണ്ണത്തിലും 0 അതേപോലെ ലാസ്റ്റിൽ എഴുതി ചേർത്ത് വേറെ 4 എണ്ണം കൂടി എഴുതുക. അപ്പോൾ മൊത്തം 8 ഓർഡേർഡ് ട്രിപ്പിളിന്റെ ബ്രാക്കറ്റ് കിട്ടും. അതാണ് എ ക്രോസ് എ. അതിനാദ്യം ഈ ഓരോ ഓർഡേർഡ് പെയറിലും -1 കൂടി ആഡ് ചെയ്തു. ആ -1 ആണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത -1 ആണ് ലാസ്റ്റില് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഓരോ ബ്രാക്കറ്റിലും സെക്കൻഡ് എലമെന്റായ 0 കൂടി ആഡ് ചെയ്തു. ഇങ്ങനെയാണ് എ ക്രോസ് എ നമ്മൾ എഴുതുക. ഇത് വളരെ ശ്രദ്ധിച്ച് എഴുതി പഠിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 3 4, സി ഈക്വൽ ടു സെറ്റ് 4 5. വെരിഫൈ ദാറ്റ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. അതിനാദ്യം നമ്മൾ ഇതിന്റെ LHS കാണണം. ഇതിന്റെ LHS എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ആണ്. അതിൽ ബ്രാക്കറ്റിനകത്തുള്ള ബി ഇന്റർസെക്ഷൻ സി ആദ്യം കണ്ടുപിടിക്കണം. ബി ഇന്റർസെക്ഷൻ സി, അതായത് ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എലമെന്റ് ആണല്ലോ.
ബിയിലും സിയിലും കോമൺ ആയിട്ട് ബി 3 4 സി 4 5 ബിയിലെ സിയിലെ കോമൺ എലമെന്റ് ഏതാ 4. അപ്പോൾ ബി ഇന്റർസെക്ഷൻ സി സെറ്റ് 4. ഇനി എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി, അതിനാദ്യം എ എഴുതണം, സെറ്റ് 1 2 3 ക്രോസ് ഇടുക, ബി ഇന്റർസെക്ഷൻ സിക്ക് സെറ്റ് 4, അത് രണ്ടിന്റെയും കൂടെ ക്രോസ്, എല്ലാം ഓർഡേർഡ് പെയേഴ്സ് ആണ്. 1 4 2 4 3 4, അതാണ് അതിന്റെ LHS. ഇനി അതിന്റെ RHSലേക്ക്, RHS എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി ആണ്. അപ്പോഴാദ്യം എ ക്രോസ് ബി കാണണം. എ ക്രോസ് ബി, എയും ബിയും കൂടെ ക്രോസ് ചെയ്യുന്നു, അതിൽ വരുന്ന ഓർഡേർഡ് പെയർ 1 3 1 4 2 3 2 4 3 3 3 4, അത് എ ക്രോസ് ബി. അടുത്തത് എ ക്രോസ് സി, എ എഴുതി, ക്രോസ് ഇട്ടു, സി എഴുതി. അതിൽ വരുന്ന ഓർഡേർഡ് പെയേഴ്സ് 1 4 1 5 2 4 2 5 3 4 3 5, അതാണ് എ ക്രോസ് ബിയും എ ക്രോസ് സിയും. ഇനി നമുക്ക് അത് രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ, അതാണ് RHS. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി, അതായത് എ ക്രോസ് ബിയിലും എ ക്രോസ് സിയിലും കോമൺ ആയി വരുന്ന ഓർഡേർഡ് പെയർ, അത് രണ്ടിലെയും കോമൺ ഓർഡേർഡ് പെയേഴ്സ് 1 4 2 4 3 4, അതാണ് അതിന്റെ ഇന്റർസെക്ഷൻ വരിക, അത് RHS. LHSഉം RHSഉം സെയിം ആണെന്ന് കിട്ടി. അങ്ങനെ ഈ റിസൾട്ട് നമ്മൾ വേരിഫൈ ചെയ്തു. ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാശയത്തിലേക്ക്, റിലേഷൻ. കൺസിഡർ ടു നോൺ എംപ്റ്റി സെറ്റ്സ് എ ആൻഡ് ബി. എയും ബിയും രണ്ട് നോൺ എംപ്റ്റി ആയ സെറ്റുകളാണ്. എ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള, എയും ബിയും രണ്ട് സെറ്റുകളാണ്. എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കുള്ള റിലേഷൻ എപ്പോഴും എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ റിലേഷന്റെ ഡെഫിനിഷൻ, എ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ക്രോസ് പ്രോഡക്റ്റ്. ക്രോസ് പ്രോഡക്റ്റിന്റെ സബ്സെറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിലേഷൻ. എ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ എല്ലാ സബ്സെറ്റുകളും റിലേഷൻസ് ആണ്. എ ക്രോസ് ബി ഈസ് എ റിലേഷൻ കാൾഡ് യൂണിവേഴ്സൽ റിലേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളെല്ലാം എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസ് ആണ്. ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണല്ലോ, അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയെ നമുക്കൊരു റിലേഷനായി കണക്കാക്കാം. അതിന്റെ പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് യൂണിവേഴ്സൽ റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ എ ക്രോസ് ബി എഴുതിയാൽ മതി. എ ക്രോസ് ബിയുടെ പേര് യൂണിവേഴ്സൽ റിലേഷൻ. അതേപോലെ നൾ സെറ്റ്. നൾ സെറ്റും എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അപ്പോൾ നൾ സെറ്റ് ന്യായമായും എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നൾ സെറ്റും ഒരു റിലേഷൻ ആണ്. ആ റിലേഷന്റെ പേരാണ് എംപ്റ്റി റിലേഷൻ. Null set is called empty relation. Relations are usually denoted by capital R. Relationsനെ നമ്മൾ ക്യാപിറ്റൽ R എന്നാണ് സാധാരണ ഡിനോട്ട് ചെയ്യുന്നത്. The set of first elements of all ordered pairs in R is called domain and the second elements is called range. അതായത് ഒരു റിലേഷനിൽ കുറെ ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടാകും. ഈ ഓർഡേർഡ് പെയേഴ്സിലെ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റ്, അതിന്റെ പേരാണ് ഡൊമൈൻ. സെക്കൻഡ് എലമെന്റിന്റെ സെറ്റാണ് റേഞ്ച്. അപ്പോൾ ഒരു റിലേഷനിൽ വരുന്ന ഓർഡേർഡ് പെയേഴ്സിലെ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റിനെ ഡൊമൈൻ എന്നും സെക്കൻഡ് എലമെന്റിന്റെ സെറ്റിനെ റേഞ്ച് എന്നും വിളിക്കും. The number of relations from A to B. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം, ഫോർമുല 2 raised to mn, where m is the number of elements in A and n is the number of elements in B. അപ്പോൾ റിലേഷന്റെ എണ്ണം കാണുന്ന ഫോർമുല 2 raised to mn. അവിടെ m എയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്,
n ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. റിലേഷന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. A equal to set 1, 2, 3, etc. 14. R is a relation on A defined by R equal to set ordered pair xy such that 3x minus y equal to 0. Write R in roster form. Also write its domain, codomain and range. ഈ റിലേഷനെ ആദ്യം റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതണം. എന്നിട്ട് അതിൻ്റെ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഫോമിന്റെ പേര് സച്ച് ദാറ്റ് സെറ്റ് ബിൽഡർ ഫോം എന്നാണ്. ആദ്യം നമുക്ക് ഇതിലെ ഓർഡേർഡ് പെയേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. അതിന് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ഇക്വേഷൻ 3x മൈനസ് y ഈക്വൽ ടു 0, ആ ഇക്വേഷൻ എടുക്കുക. ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ എ എന്ന് പറയുന്ന തന്നിരിക്കുന്ന സെറ്റിലാണ്. അപ്പോൾ ന്യായമായും നമ്മൾ ആദ്യം എക്സിന് പകരം ആ സെറ്റിലെ ഫസ്റ്റ് എലമെന്റായ 1 കൊടുക്കണം. എക്സിനാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പുട്ട് എക്സ് ഈക്വൽ ടു 1. ആ 3x മൈനസ് വൈ ഈക്വൽ ടു 0യിൽ എക്സിന് 1 കൊടുക്കുമ്പോൾ 3 into 1 മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് വരും. എക്സിന്റെ അവിടാണ് 1 കൊടുത്തിരിക്കുക. 3 into 1 3 ആണല്ലോ. 3 മൈനസ് വൈ ഈക്വൽ ടു 0. അതിൽ നിന്ന് വൈയുടെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ എക്സിന് 1 കൊടുത്തപ്പോൾ വൈക്ക് കിട്ടിയത് 3 ആണ്. അപ്പോൾ ആറിൽ ആദ്യത്തെ ഓർഡേർഡ് പെയർ ഏതായിരിക്കും? 1 3 ആണ്. എക്സിന് 1 കൊടുത്തപ്പോൾ വൈക്ക് 3 കിട്ടിയെങ്കിൽ ഫസ്റ്റ് ഓർഡേർഡ് പെയർ 1 3. ഇനി നമ്മൾ എക്സിന് 2 എന്ന് കൊടുക്കണം. കാരണം എയിലെ രണ്ടാമത്തെ എലമെന്റ് 2 ആ. എക്സിന് 2 കൊടുത്ത് ഇതേപോലെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് വൈക്ക് 6 എന്നാണ് കിട്ടുക. പിന്നീട് നമ്മൾ എക്സിന് 3 എന്ന് കൊടുത്താൽ വൈക്ക് 9 എന്ന് കിട്ടും. ഇതേപോലെ വാല്യൂ കൊടുത്ത് 2 സ്റ്റെപ്പ് എഴുതിയാൽ മതി. ഈ ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താം. എക്സിന് 4 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വൈയുടെ വാല്യൂ 12 എന്നാണ്. എക്സിന് 5 കൊടുത്താൽ വൈക്ക് 15 കിട്ടും. അവിടെ കൊണ്ട് നമുക്ക് നിർത്താം. കാരണം ഈ 15 എന്ന വാല്യൂ ആ തന്നിരിക്കുന്ന എ എന്ന സെറ്റിനകത്തില്ല. അതാണ്. അപ്പോൾ നമ്മൾ ഈ റിലേഷൻ എഴുതുമ്പോൾ ഇത് എയിലെ റിലേഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ ആറിൽ ഓരോ ഓർഡേർഡ് പെയറിലും നമ്മൾ എഴുതുന്ന സംഖ്യകൾ എയിൽ തന്നെയുള്ള സംഖ്യകളാവണം. എയ്ക്ക് പുറത്തുള്ളൊരു നമ്പർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സിന് 5 കൊടുത്തപ്പോൾ വൈക്ക് കിട്ടിയത് 15 എന്ന. ആ 15 നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല. കാരണം ഈ 15 ആ എയ്ക്കകത്തില്ല. എന്ന് പറഞ്ഞാൽ എക്സിന് 4 കൊടുത്തപ്പോൾ വൈക്ക് 12 കിട്ടിയില്ലേ? അവിടെ കൊണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ ആറിലെ ഓർഡേർഡ് പെയേഴ്സ് ഏതൊക്കെയായിരിക്കും? എക്സിന് 1 കൊടുത്തപ്പോൾ വൈക്ക് 3 1 3, 2 കൊടുത്തപ്പോൾ 6 2 6, 3 കൊടുത്തപ്പോൾ 9 3 9, 4 കൊടുത്തപ്പോൾ 12 4 12, 5 15 എഴുതരുത്. അപ്പോൾ ആറിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ 1 3 2 6 3 9 4 12. ഇതാണ് ആറിന്റെ റോസ്റ്റർ ഫോം. ഇനി നമുക്ക് ഇതിന്റെ ഡൊമൈൻ എഴുതണം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഓർഡേർഡ് പെയറിലും വരുന്ന ആദ്യത്തെ എലമെന്റിന്റെ സെറ്റ്. ഫസ്റ്റ് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് 1, അടുത്തതിൽ 2, അടുത്ത 3, അടുത്ത 4. അതിന്റെ സെറ്റാണ് ഡൊമൈൻ. ഡൊമൈൻ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4. ആ ഓരോ ഓർഡേർഡ് പെയറിലെ ആദ്യത്തെ സംഖ്യകൾ കോമയിട്ട് എഴുതിയാൽ മതി. അതേപോലെ റേഞ്ച്. റേഞ്ച് എന്ന് പറയുന്നത് രണ്ടാമത്തെ എലമെന്റിന്റെ സെറ്റാണ്. അതായത് ആ ഓരോ ഓർഡേർഡ് പെയറിലെയും രണ്ടാമത്തെ സംഖ്യകൾ 3 6 9 12 അതിന്റെ സെറ്റിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഡൊമൈൻ ഫസ്റ്റ് എലമെന്റിന്റെ സെറ്റും റേഞ്ച് സെക്കൻഡ് എലമെന്റിന്റെ സെറ്റുമാണ്. ഇനി കോഡൊമൈൻ. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്താൽ ബിയുടെ പേരാണ് കോഡൊമൈൻ.
എയിൽ നിന്ന് ബിയിലേക്ക് രണ്ടാമത്തെ സെറ്റിന്റെ പേരാണ് കോഡൊമൈൻ. ഇവിടെ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ നോക്കി അറിയാം. ആർ ഈസ് എ റിലേഷൻ ഓൺ എ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ എ ടു എ എന്നാണ്, എയിൽ നിന്ന് എയിലേക്ക് എന്നാണ്. എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ രണ്ടാമത്തെ സെറ്റ് ബി ആണ് കോഡൊമൈൻ. ഇത് എയിൽ നിന്ന് എയിലേക്ക് ആയതുകൊണ്ട് അതിന്റെ കോഡൊമൈൻ എ തന്നെയാണ്. അപ്പൊ ഇവിടെ അവസാനം പറഞ്ഞ കാര്യം ഒന്നുകൂടെ, ഒരു റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ ബി എന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. ഈ റിലേഷൻ എയിൽ നിന്ന് എയിലേക്കാണ്, അതുകൊണ്ട് ഇതിന്റെ കോഡൊമൈൻ എ തന്നെയാണ്. ഈ ചാപ്റ്ററിന്റെ ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.